ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, അത് ലോകം മുഴുവനുള്ളതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെവിടെയും, ഈ കേരളത്തിൽ മാത്രമല്ല, കൺമുമ്പിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടു. പക്ഷേ സമീപ സമയത്ത് അമേരിക്ക അവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കടലിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ഈ കടലിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അനുരണനം കരയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിലെ കടലിൽ ഉണ്ടായ ഭൂകമ്പം എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ മുഴുവൻ വിഴുങ്ങാൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു എന്നാണ് സയന്റിഫിക് റിപ്പോർട്ട് വരുന്നത്. എന്താണ് ഇതിൻ്റെ പൊരുള്ളത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട്. ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് കിടന്നതാണ്. പാൻജിയ എന്നാണ് അതിൻ്റെ പേര്. പാൻജിയ, പന്തലാസ എന്നൊരു കടലും ഉണ്ടായിരുന്നു അതിന് ചുറ്റും. അപ്പോൾ ഒറ്റ കട്ടയ്ക്കിരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ ചുറ്റും പന്തലാസ കടൽ. ഇതായിരുന്നു പഴയ രൂപം. ഇത് പിളർന്നാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ 8 ഭൂഖണ്ഡം ഉണ്ടായത് അങ്ങനെയാണ്. ഈ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസം, അത് സൂര്യൻ, ചൂട്, കാറ്റ്, വായു, സമ്മർദ്ദം, ഇത് വെള്ളം, ഇതിൻ്റെ എല്ലാം സ്വാധീനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ ഒരല്പം ഭൂമിശാസ്ത്രം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനും, ഭൂമിക്കടിയിൽ ലാവയാണ് കിടക്കുന്നത്. നമുക്ക് കോടാനുകോടി ടൺ ലാവ എന്ന് പറയുന്ന ദ്രാവകത്തിൻ്റെ പുറത്താണ് ഈ ഭൂമി നിൽക്കുന്നത്. ഫ്ലോട്ടിംഗ് ആണെന്ന് പറയാം നമുക്ക്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്ത എന്തെന്ന് വെച്ചാൽ അത്രയും വലുതായതുകൊണ്ടാണ്. ഭൂമിക്ക് അത്രയും വലിപ്പമുള്ളതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ഫീൽ ചെയ്യണമായിരുന്നു. ട്രെയിനിലിരിക്കും പോലെ. ട്രെയിൻ ഓടുമ്പോൾ നമ്മൾ ഓടുന്നില്ലല്ലോ, ട്രെയിൻ ഓടിപ്പോകും. നമ്മൾ ഇരുന്നല്ലേ പോണേ, ഓടുന്നില്ലല്ലോ. നമുക്ക് ചെറിയ ശബ്ദം മാത്രമല്ല കിട്ടും. ഫ്ലൈറ്റിലാണെങ്കിൽ അത്ര പോലും ശബ്ദം നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് ഭൂമിക്കടിയിൽ ഈ ലാവയും ഇത് അടിയിലോട്ട് പോകും തോറും കോർ എന്ന് പറയുന്ന മാൻഡിൽ, കോർ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഭൂമിക്കടിയിൽ, അതായത് പ്രധാന കേന്ദ്രം. അവിടെ ലാവയാണ് കിടക്കുന്നത്, ദ്രാവകമാണ് കിടക്കുന്നത്. ഇത് പലപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കും? മുകളിലോട്ട് സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കും. ആർക്ക്? നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലോട്ട്. ഈ സമ്മർദ്ദത്തിന് ഫലമായിട്ടാണ് അഗ്നിപർവ്വതം ഉണ്ടാകുന്നത്, ഭൂകമ്പം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, താഴെ നിന്നുള്ള അഗ്നിപർവ്വതം ശരിക്കും അങ്ങനെ വരുന്നത്. കടലിൽ സംഭവിക്കുന്ന ഒരുതരം അഗ്നിപർവ്വതമാണ് ആര്? ഈ സുനാമി എന്ന് പറയുന്നത്. കടലിൻ്റെ ആഴക്കടൽ സംഭവം അതെല്ലാ സമയവും സംഭവിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും സംഭവിക്കുകയാണ്. എവിടെ? ആഴക്കടലിൽ. മനുഷ്യവാസമില്ലാത്ത കിലോമീറ്റർ അകലെയുള്ള ആഴക്കടലിലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ സുനാമി കേൾക്കുമ്പോൾ കരയിലേക്ക് അടിച്ചു കയറി വരുന്നത് മാത്രം നമ്മൾ പഠിക്കാറുണ്ട്. അനുനിമിഷം ഭൂമിയുടെ അച്ചുതണ്ടിന് ചരിവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭ ജലം ഒരുപാട് എടുക്കുന്നത് കൂടി കൊണ്ടാണ് ചരിവുണ്ടായതെന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഭൂഗർഭ ജലം ഊറ്റിയെടുത്തതുകൊണ്ട് ഫലമായിട്ടാണ്. നമ്മൾ കിണറൊക്കെ ധാരാളം കുഴിച്ചല്ലോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എവറസ്റ്റ് കൊടുമുടി ഉണ്ടായത് എങ്ങനെയാണ്? 2 തരത്തിലാണ് ഭൂമിയിൽ ഈ രൂപങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഇങ്ങനെ കിടക്കുന്ന പ്ലേറ്റുകളാണ്. പല പല പ്ലേറ്റുകൾ ഒഴുകി നടക്കുന്നതാണ്. ഇപ്പം നമ്മൾ കൂട്ടിയിടിക്കും. 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചാൽ ഇപ്പം ഒരു സെക്കൻഡ് പേപ്പറിഞ്ഞ് തരുമോ സാർ? പേപ്പറിഞ്ഞ് തരുമോ? ആ ന്യൂസ് പേപ്പറിഞ്ഞ് തന്നാൽ മതി. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ പ്ലേറ്റുകൾ വന്ന് കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിച്ചു? നടുക്ക് ഭാഗം പൊങ്ങിയല്ലോ. ഇത് നോക്കൂ സാർ, അത് ഉയർത്തി കാണിച്ചാലേ പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇടിച്ചാൽ എന്തായി? ഇങ്ങനെ വരുമ്പോൾ എന്തായി? ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ വന്നാൽ എന്തായി? നടുക്ക് ഭാഗം കൊണ്ട് ഉയർന്നല്ലോ. നടുക്ക് ഭാഗം ഉയർന്നു. ഇങ്ങനെ വിട്ടുമാറിയാലോ, 2 ഭാഗത്ത് വിട്ടുമാറിയാലോ, നടുക്ക് ഭാഗം താഴെ പോലെ വിള്ളൽ വരും. ഈ വിള്ളലിലുള്ള ഡ്രിഫ്റ്റ് എന്ന് പറയും നമ്മൾ. ഈ വിള്ളലുകളുടെയും ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഭൂമിയിൽ എന്തുണ്ടായിട്ടുള്ളത്? ഒരുപാട് ഭൂരൂപങ്ങളുണ്ടായത്. പർവ്വതങ്ങൾ, മലകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി. കേരളം തന്നെ, നമ്മുടെ അമേരിക്കയാണല്ലോ ഇപ്പോൾ സാർ, കേരളം തന്നെ കടലും മലകളും മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്. ഈ ഇടനാട് കുറവായിരുന്നു. കടൽ ഇറങ്ങിയതാണ് ഈ ഇടനാട്. ഇപ്പം ചങ്ങനാശ്ശേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മണൽ കാണാൻ പറ്റും നമുക്ക്. ചങ്ങനാശ്ശേരി, പഴയ ചങ്ങനാശ്ശേരി, ഇപ്പോഴത്തെ മണലില്ല, പഴയ ചങ്ങനാശ്ശേരിയിൽ മണലുണ്ടായിരുന്നു. അപ്പോൾ കടലിൻ്റെയും കരയുടെയും ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞ ഭൂഗുരുത്വാകർഷണ ബലം, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്, ഭൂമി സൂര്യനെ കറങ്ങുന്നത്, സൂര്യൻ്റെ കറക്കം, ചൂട്, വായു, ഇതെല്ലാം കൂടെ, വെള്ളം, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ചലനാത്മകത ഉള്ളത്. ഈ ചലനാത്മകത ഇല്ലെങ്കിൽ ആരില്ല? ഭൂമിക്ക് നിലനിൽപ്പില്ല, ഡെഡാണ്. പിന്നെ മാനവരാശിക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. രാത്രി ഉണ്ടാവില്ല, പകലുണ്ടാവില്ല, പ്രശ്നങ്ങളാണ്. അപ്പം ഈ ചലനത്തിൻ്റെ ഭാഗമായി ഇനി നമ്മൾ അമേരിക്കയിലേക്ക് വരുന്നു. ഏറ്റവും ദുർബലമാകുന്ന സ്ഥലങ്ങൾ, ഇത് സഞ്ചരിക്കുകയല്ലേ, ഈ സാധനം അടിയിൽ കിടന്ന് ഇങ്ങനെ പോകല്ലേ. അപ്പോൾ ദുർബലമാകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? പുറത്തു വരാൻ ശ്രമിക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ
എല്ലായിടത്തും ഒരുപോലെ നിണങ്ങ് വരില്ല. ചില സ്ഥലത്തായിരിക്കും പെട്ടെന്ന് വരണം. അതുകൊണ്ടാണ് അവിടുത്തെ തൊലിയും അകത്തുള്ള ഭാഗമൊക്കെ ചെറിയ ദുർബലമാകുമ്പോഴാണ് അവിടെ കൂടി അകത്തുള്ള ദുഷിച്ച സാധനം പുറത്തു വരാൻ ട്രെൻഡ് കാണിക്കുന്നത്. അപ്പോൾ കൊഴുപ്പൊക്കെ മുഖത്ത് എല്ലായിടത്തും ഒന്നിച്ചല്ലോ മുഖക്കുരു വരുന്നത്. ഞാൻ ക്ലാസിക്കലായിട്ട് പറയുന്നു, സാധാരണക്കാർക്ക് മനസ്സിലാവും. ഒന്നിച്ച് മുകളിൽ വരുന്നത് ഒരു മുഖക്കുരു വരിങ്ങനെ വരും. അതിന്റെ അർത്ഥം എന്താണ്? ആ പാർട്ടിലെ സ്കിന്നിന് അകത്ത് ചെറിയൊരു വിലക്കുറവ് വരുമ്പോഴാണ് അവിടെ കൂടി പുറത്തു വരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഈ അടിയിൽ കിടക്കുന്ന ലാവ ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ ശ്രമിക്കും? പുറത്തോട്ട് വരാൻ ശ്രമിക്കും. എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കും മുകളിലോട്ട്. ഇത് ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇവനിങ്ങനെ ഇടിച്ചിടിച്ച് ചില സ്ഥലത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ചാടിപ്പോകും. അത് ഭൂകമ്പത്തിന്റെ രൂപത്തിലും അഗ്നിപർവ്വത രൂപത്തിലും. ഇത് കാലിഫോർണിയയിൽ 6-ാം തീയതി ഈ മാസം ഇന്ന് 9 6-ാം തീയതി കാലിഫോർണിയയിൽ എന്തുണ്ടായി? ഇതുപോലെ ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി. എവിടെ? കടലിനകത്ത്. ഒരുപാട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു, വലിയ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കുന്നു. ഒരു വിള്ളൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ കടലിൽ ഈ കരയുമായി ചേർന്നൊരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. ഈ വിള്ളൽ രൂപപ്പെടുന്നത് ചിലപ്പോൾ അത് വൈഡൻ ആവാനുള്ള സാധ്യതയാണ്, വീതി കൂടാനുള്ള സാധ്യതയാണ് ശാസ്ത്രലോകം കാണുന്നത്. പക്ഷെ ഇത് ചിലപ്പോൾ ഇപ്പം ബോംബെ കരയെടുക്കുമെന്ന് പറഞ്ഞിട്ട് 10-20 വർഷമായി, എടുത്തിട്ടില്ല. കൊച്ചി കരയെടുക്കുമെന്ന് പറഞ്ഞിട്ട് 10-15 വർഷം കൊണ്ട് ശാസ്ത്രജ്ഞരെ പറയാണ് കൊച്ചി കടലെടുത്ത് പോകും. കരയെടുക്കുമെന്നല്ല, ഞാൻ ബോംബെ കടലെടുത്ത് പോകുന്നു. ബോംബെക്കും ആ പ്രശ്നമുണ്ട്. കടലെടുത്ത് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നഗരം ബോംബെയാണ്. അതുപോലെ കൊച്ചിയും എടുത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് കുറേ നാളുകളായി പഠനം നടന്നു. പക്ഷെ ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്നതിന് 10-20-50 വർഷം കഴിഞ്ഞൊക്കെയായിരിക്കും സംഭവിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ കാലിഫോർണിയയിൽ ഈ പറഞ്ഞതുപോലെ സുനാമി ഉണ്ടായപ്പോൾ വലിയ ആശങ്കയിലാണ് ശാസ്ത്രലോകം. ഈ വിള്ളലും കൂടി കണ്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ റിക്ടർ സ്കെയിൽ 7 രേഖപ്പെടുത്തിയത്, ഇതിന്റെ ഭൂകമ്പം രേഖപ്പെടുത്തിയത്. അപ്പോൾ അത് വളരെ വലിയ അപകടമായിട്ടാണ് അവർ പ്രഖ്യാപിക്കുക. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, മുന്നറിയിപ്പ് നൽകി. വലിയ നമുക്ക് പോലെയല്ല, കുറേ എല്ലാം അഡ്വാൻസ്ഡാണ്, രാജ്യം വലിയ അഡ്വാൻസ്ഡ് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? ഇതൊക്കെ സംഭവിച്ചു. ഏകദേശം ഫെർണാണ്ടയിൽ നിന്ന് തെക്ക് 100 കിലോമീറ്റർ പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ ഭൂകമ്പ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ഹംബോൾട്ട് കൗണ്ടിലാണ് പ്രഭവ കേന്ദ്രം. കാരണം എല്ലാ കാര്യം നമ്മൾ ഈ ഉരുൾപൊട്ടലിന് എന്തുണ്ട്? ഒരു ക്രൗൺ ഉണ്ട്. എവിടെ നിന്നാണോ പൊട്ടുന്നത് അതിന് ഭൂകമ്പത്തിന് നമ്മൾ പറയും പ്രഭവ കേന്ദ്രം. ഇതിങ്ങനെ ഒഴുകി നടന്നെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്തൂടെ പുറത്ത് വരുന്നത്. ആ പുറത്ത് വരുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? പ്രഭവ കേന്ദ്രം എന്ന് പറയും, സോഴ്സ് എന്നുള്ള നിലയിൽ. അപ്പോൾ അത് ഒരു സ്ഥലം, അതിൻ്റെ അടുത്തായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അത് 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അതിശക്തമായ കാറ്റായിരിക്കും, ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. ഭൂമിക്കടിയിലുള്ള ചൂടെല്ലാം കൂടെ അങ്ങ് വരികയാണ്. ആ ടെമ്പറേച്ചർ, കാറ്റ്, പിന്നെ കടലിലാണ് സംഭവിക്കുകയാണെങ്കിൽ വെള്ളം ഭയങ്കരമായിട്ട് വരും, തിരമാല ഭയങ്കരമായിട്ട് വരും. അപ്പം നമ്മളെ ആളുകൾ പേടിച്ചും ഒക്കെ തന്നെ മരിച്ചു പോകും. ഈ ശബ്ദവും ഇതെല്ലാം കൂടെ. അപ്പോൾ അമേരിക്കയിൽ ഇത്തരത്തിലൊരു ഒരു 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 ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നേരത്തെ? ഇല്ല. അല്ല, ഈ സംഭവത്തിൽ ഇപ്പൊ ഈ സംഭവത്തോടുകൂടി അവരാകെ ഭയന്നിരിക്കുകയാണ്, അമേരിക്കക്കാർ ഭയന്നിരിക്കുകയാണ്. ജപ്പാൻകാർ ഭൂകമ്പത്തിന്റെ പേരിൽ കുറെ കാലം അവർ വലിയ ബുദ്ധിമുട്ടിട്ടാണല്ലോ ഇപ്പൊ ഒന്ന് റെക്ടിഫൈ അവർ ഭൂകമ്പത്തിന്റെ ഉറവിടം നമ്മൾ ജപ്പാനാണ്. ജപ്പാൻ ഭൂകമ്പത്തിന്റെ നാടാണല്ലോ എന്ന് പറയുന്ന പോലെ അമേരിക്ക ഇപ്പോ ഈ പറയുന്ന പോലെ സുനാമികൾ ഒരു കാലിഫോർണിയൻ പ്രദേശത്ത് വരുന്നു, സഹാറയിൽ പച്ചപ്പുണ്ടാവുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ സ്ഥലത്ത് അറേബ്യയിൽ മഴ പെയ്യുന്നു. മഴ മീൻസ് മഞ്ഞുമഴ, ചെറുതായിട്ടല്ല, വലിയ മഞ്ഞുമഴ പെയ്യുന്നു. അപ്പം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വലിയ രൂപങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്ക വലിയ ഭയത്തിലാണ്. ഇതിൻ്റെ മുന്നിൽ നമ്മളൊന്നുമല്ല, അത് മനസ്സിലാക്കുക. നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് മുന്നറിയിപ്പൊക്കെ ഉണ്ടായ കുറേ ആളുകൾ എന്ത് ചെയ്യാം? മാറ്റിയൊക്കെ പാർപ്പിക്കാം, കുറച്ച് പേരെ, മരണമൊക്കെ കുറച്ച് കുറയ്ക്കാം. പക്ഷേ ഈ ബാക്കി ഇപ്പോൾ ഫെഞ്ചാൽ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ കുറച്ചൊരു കാറ്റുണ്ടായല്ലോ, ആളുകൾ 5-6 പേരെ മരിച്ചു പോയുള്ളൂ. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവർക്ക്. കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ആരെടുത്തോണ്ട് പോകും? ഒന്നിൽ കാറ്റ് കൊണ്ടുപോകും, അല്ലെങ്കിൽ കടൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ തിരമാല കൊണ്ടുപോകും, വെള്ളം കൊണ്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അമേരിക്ക വലിയ ഭീഷണിയിലാണ് ഈ കാര്യത്തിൽ. അടുത്ത കുറച്ച് വർഷത്തിൽ ആവർത്തിക്കാം, തീർച്ചയായിട്ടും ആവർത്തിക്കാം. കാരണം ഞാനീ പറഞ്ഞില്ല, അടിയിൽ ഇപ്പം നമുക്ക് വയറിന് അസ്വസ്ഥത എപ്പോഴും വരാമല്ലോ. വയറ്റിനകത്ത് വസ്തുക്കൾ കിടക്കുന്നിടത്തോളം കാലം, ജീവനുള്ളിടത്തോളം കാലം വയറിന് അസ്വസ്ഥത വരും, വയറിളക്കം വരും, ഛർദ്ദിൽ വരും. കാര്യം ബോഡിക്കകത്ത് ഇതല്ലേ കിടക്കുന്നത്, ഈ ലിക്വിഡല്ലേ വരെ കിടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ലിക്വിഡാണ് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഈ പ്ലേറ്റുകൾ ഉള്ളത്. അപ്പോൾ പ്ലേറ്റുകളുടെ ചലനം, അത് പിന്നെ ഈ ലിക്വിഡായി അകത്ത് കിടക്കുന്ന സാധനം ചൂടുള്ളതാണ്, ദ്രാവകമാണ്, ഒരുപാട് മൂലകങ്ങളുണ്ട് അതിനകത്ത്. അതെപ്പോഴും ഭൂമിക്ക് മുകളിലോട്ട് വരാൻ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കും. ട്രെൻഡ് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുറത്തോട്ട് വരാൻ പറ്റില്ല, അതിങ്ങനെ ഒഴുകി നടക്കും. എവിടെയാണ് അനുകൂലമായൊരു ഭൂമിശാസ്ത്ര സ്ഥലം കിട്ടുന്നത് അവിടെ കൂടെ അതെന്ത് ചെയ്യും?
പുറത്തു ചാടും. അങ്ങനെ ഇപ്പോൾ കാലിഫോർണിയയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം വന്നിട്ടുണ്ട്. ലോകമാകെ പഠിക്കേണ്ട ഒരു കാര്യം, കാലാവസ്ഥ വ്യതിയാനം വരും, അല്ലെങ്കിൽ അതൊരു മാറ്റം ഉണ്ട് എന്ന്, ഒരു ക്രൈസിസ് ഉണ്ടെന്നൊരു 10-25 വർഷം പറഞ്ഞപ്പോൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല, ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ ഇതിൻ്റെ കെടുതികൾ ഇങ്ങനെ കൂടി വന്നു. പക്ഷേ ഈ ഭൂകമ്പവും സുനാമിയും ഇന്ന് കാണുന്ന കാലാവസ്ഥ മാറ്റത്തിന് മുമ്പും ഉണ്ടായിരുന്നു, അത് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആഘാതം കൂടുന്നതും അതിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും ഒക്കെ നമ്മുടെ ഇടപെടലും. കാരണം ആ തീരത്തൊക്കെ കൊണ്ടുപോയി ബിൽഡിങ്ങൊക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു ഇടപെടലും കൂടെ അതിനകത്ത് അതിൻ്റെ ആഘാതം കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഗൗരവമായൊരു പാരിസ്ഥിതിക കാലാവസ്ഥ ക്രൈസിസ് ആയിട്ട് ലോകത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.